അത് ശരിയാ മോളെ. എനിക്കിങ്ങനെ എല്ലാരും വെക്കുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ആരതിമോളുടെ പാചകം എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ മോളെ എവിടുന്നാ പഠിച്ചേ? അതൊക്കെ കുട്ടിക്കാലത്തെ പഠിച്ചതാ. അവിയലിന്റെ കാര്യത്തില് വക്കീലിന്റെ ജഡ്ജ്മെന്റ് സൂപ്പറാ. ഇനിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരണം കേട്ടോ. എന്നെ ഇങ്ങനെ പുകഴ്ത്തി നാണം കെടുത്തല്ലേ. അല്ല, സച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ആതിരയുടമേ, അവളെ കണ്ടില്ലല്ലോ. അയ്യോ മോനെ, അക്കാര്യം ഞാൻ നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. അവക്കൊരു ജോലി കിട്ടി. എവിടെ? ടൗണിൽ ഒരു ഫിനാൻസ് കമ്പനിയിലാ. ഇന്നു മുതൽ അവള് പോയി തുടങ്ങി. ഇതൊക്കെ നിന്നോടൊന്ന് പറയാൻ സമയത്തിന് നിന്നെ കിട്ടണ്ടേ? ജോലി കിട്ടിയതോടെ അവരുടെ കാര്യത്തിൽ ഒരു ആശ്വാസമായി. ഇനി നെല്ലിശ്ശേരിയിലെ കേസ് കൂടെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. മോളെ, അന്തിമവാദം അടുത്ത ആഴ്ചയല്ലേ വെച്ചിരിക്കുന്നത്? അതെ അമ്മ, അടുത്ത തിങ്കളാഴ്ച വാദം നടക്കും. അത് കഴിഞ്ഞാ അധികം താമസിയാതെ വിധിയും വരും. കേസ് നമുക്ക് അനുകൂലമായിട്ട് തന്നെ വിധി വരില്ലേ മോളെ? എന്താ സംശയം? ന്യായം നമ്മുടെ പക്ഷത്തല്ലേ. നമുക്ക് അനുകൂലമായി തന്നെ വിധി വരുമെന്ന് എന്റെ ഉറച്ച വിശ്വാസം. പഴയ നെല്ലിശ്ശേരി വീട്ടിലെ സന്തോഷങ്ങളൊക്കെ നമുക്ക് തിരിച്ചു നേടിയെടുക്കണം. പറ്റിയാൽ ആ വീടും തിരിച്ചു പിടിക്കണം, അല്ലേ സച്ചേട്ടാ? ഒരുപാട് കാലം നമ്മൾ ജീവിച്ച വീടല്ലേ. ആ വീട്ടിലെ ദിവസങ്ങളൊന്നും മറക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. കോടതി വിധി അനുകൂലമാവുന്നോടെ ഈ വാടക വീട്ടിലെ താമസം ഒന്ന് അവസാനിപ്പിക്കാമല്ലോ. അതോടെ നെല്ലിശ്ശേരി കുടുംബം അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തന്നെ തിരിച്ചു വരും. കേസ് ജയിക്കുന്നതോടെ തറവാടും സ്വത്തും പ്രതാപവും ഒക്കെ തിരിച്ചു കിട്ടുമായിരിക്കും. പക്ഷെ എന്റെ അർച്ചന, എന്റെ കുഞ്ഞ്, അവരൊന്നുമില്ലാതെ ഞാൻ ആ വീട്ടിൽ താമസിച്ചിട്ട് എന്ത് കാര്യം? എന്തൊക്കെ തിരിച്ചു കിട്ടിയാലും ജീവിതം ഒരിക്കലും ഇനി പഴയതുപോലെ ആവില്ല. തിങ്കളാഴ്ച നമുക്കെതിരെ സന്ദീപ് സാക്ഷി പറഞ്ഞ നമ്മൾ എന്ത് ചെയ്യും? അത് പേടിക്കണ്ട. സന്ദീപിനെ ക്രോസ് ചെയ്യാനുള്ള എല്ലാ സ്റ്റഡിയും ഞാൻ നടത്തിയിട്ടുണ്ട്. അവന്തിക സന്ദീപിനെ കൊണ്ട് എന്ത് പറയിപ്പിച്ചാലും കോടതിയിൽ അതെല്ലാം പൊളിയും. അവന്റെ കാര്യത്തിലാ എനിക്കൊരു സങ്കടം. എന്തായാലും നമ്മുടെ കുഞ്ഞല്ലേ. അവൻ ഇങ്ങനായി പോയാലും എന്റെ ദൈവമേ. അവന്തികയുടെ അടിമയായിട്ട് അവൻ സ്വയം നശിക്കട്ടെ.